നല്ല കുഞ്ഞു മത്തി ഉള്ളിയും ചതച്ച മുളകൊക്കെ ഇട്ടിട്ട് പറ്റിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി കുഞ്ഞു മത്തി നമ്മൾ മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില. പിന്നെ നമ്മൾ അടുപ്പിലോട്ടൊരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്കും കറിവേപ്പില ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് സെറ്റായി വരുമ്പോഴത്തേക്കും 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. പച്ചമുളക് 2 എണ്ണേ കാരണം നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ചതച്ച മുളക് കേട്ടോ. അപ്പോൾ ഇതും സെറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ച ഉള്ളി കൂടി ഇട്ട് കൊടുത്തു. ഉള്ളി ഇനി ഒരു മൂത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്കതിലോട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയാട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ചതച്ച മുളക് ചേർത്ത് കൊടുത്തു. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഒരു പീസ് കുടംപുളി ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്തു. പിന്നെ 1 സ്പൂൺ ഉപ്പൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിടുക. ഞങ്ങൾക്കിപ്പോൾ അധികം പുളി ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു പീസ് പുളി ഇട്ടത്. ഇനി നമുക്ക് മീൻ കിടന്ന് വേകാൻ ആവശ്യമായ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരിത്തിരി കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മൂടി വെക്കണം. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിക്കുഞ്ഞുങ്ങൾ നമുക്ക് പെറുക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മത്തിക്കുഞ്ഞുങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തിളക്കുന്നുണ്ട്. അതുകൊണ്ട് വലുതായിട്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിനധികം വേവൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതേ ഇപ്പോൾ ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ശരിക്കും പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി മത്തി ഉള്ളിമുളക് ഇട്ടെന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. മത്തി ഉള്ളിമുളക് ഇട്ടത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളി ഒരു കറിയാട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ലൈക്കും കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.